ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ പുറകിലൂടെ ഒരാൾ ഈ സ്ക്രീനിലേക്ക് ഇതുപോലെ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കാഴ്ചയെ മറയ്ക്കുന്ന തരത്തിൽ ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ബ്ലെയർ ആവും. അതെ, നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ലെനോവോ പുറത്തിറക്കിയിരിക്കുന്ന ലെനോവോ യോഗ സ്ലിം 7i എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. ഇതൊരു ലെനോവോ ഓറ എഡിഷൻ ഇമാജിൻഡ് വിത്ത് ഇന്റൽ ആണ്. അതായത് ഈ ഒരു ലാപ്ടോപ്പിന് ഇത്തരത്തിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള നിരവധി ഹീറോ എക്സ്പീരിയൻസസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആദ്യമേ പറയട്ടെ, ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലെനോവോയും ഇന്റലും കൂടി ചേർന്നാണ്. എന്നിരുന്നാലും ഈ ഒരു ലാപ്ടോപ്പ് കഴിഞ്ഞ 1-2 ദിവസം ഞാൻ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ആദ്യം ഇതിന്റെ ഒരു ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. മിലിറ്ററി സ്റ്റാൻഡേർഡ് 81H ഗ്രേഡഡ് ലാപ്ടോപ്പ് ആണ് ഇത്. അതായത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് മിലിറ്ററി സ്റ്റാൻഡേർഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു പ്രശ്നവും വരില്ല. നല്ല മെറ്റാലിക് ആണ്, ടോപ്പ് ഏരിയ ബോട്ടം ഏരിയ മെറ്റാലിക് ആണ്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിന് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ഇതിന്റെ പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വല സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്, അതുപോലെ ടൈപ്പ് സി ചാർജിങ്ങിന് ഉപയോഗിക്കാവുന്ന പോർട്ട്, അതുപോലെ പവർ ബട്ടൺ, ഇവിടെ ഒരു പ്രൈവസി ഷട്ടർ ഉണ്ട്. അതായത് ഇതിന്റെ വെബ് ക്യാമറ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ പ്രൈവസി ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഓഫ് ചെയ്തിടാൻ സാധിക്കും. നമ്മുടെ ബെഡ്റൂമിലേക്ക് ഈ ലാപ്ടോപ്പ് വയ്ക്കുമ്പോൾ അങ്ങനെ പേടിയുള്ളവർക്ക് ഈ ഒരു പ്രൈവസി ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു പ്രൈവസി നമുക്ക് കാത്തു സൂക്ഷിക്കാം. അതുപോലെ ഇടത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു HDMI പോർട്ടും വീണ്ടും ഒരു ടൈപ്പ് സി പോർട്ടും കാണാം. അതുപോലെ ഇവിടെ നമുക്ക് 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ലാപ്ടോപ്പിന്റെ ഡിസൈൻ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, വളരെ തിൻ ഡിസൈൻ ആണ് ഈ ഒരു ലാപ്പിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഏതാണ്ട് 1.5 കിലോഗ്രാം ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ട് നടക്കുന്നതിനൊക്കെ വളരെ ഈസിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ലാപ്ടോപ്പുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിടത്ത് മാത്രം വെച്ച് വർക്ക് ചെയ്യുന്നതല്ല. നമ്മൾ യാത്രയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ലാപ്ടോപ്പ് കൊണ്ടു നടക്കാനും ഒക്കെ വളരെ സൗകര്യമാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസൈൻ. അതുപോലെ ലാപ്ടോപ്പിന്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ലെനോവോ എന്ന ബാഡ്ജിങ് കാണാം. ലാപ്ടോപ്പ് ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്വേർഡ് ഫയറിംഗ് രീതിയിലാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയട്ടെ, ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു രക്ഷയുമല്ല. കിഡിലൻ സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നത്. നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഫുള്ളി 180 ഡിഗ്രി നമുക്ക് ഇതുപോലെ തുറന്നു വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ കീബോർഡ് ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കീസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്യുന്നതിന് വളരെ സുഖപ്രദമായ രീതിയിലുള്ള ഒരു കീബോർഡ് രീതിയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ബാക്ക് ലിറ്റ് കീബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോ ലൈറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഇതിന്റെ ബാക്ക് ലിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കീസ് എല്ലാം കൃത്യമായി കണ്ടുകൊണ്ട് ടൈപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് പാഡ് ഏരിയയും ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് കീ കൊടുത്തിട്ടുണ്ട്. ഇന്റലിജന്റ് അസിസ്റ്റന്റ് സംവിധാനമാണ് ഈ ഒരു കോപൈലറ്റ്. അത് ഇൻവോക്ക് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് കീയും ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് ആണ്. ഇന്റൽ കോർ അൾട്രാ 7 പ്രോസസർ, അതും സീരീസ് 2 പ്രോസസറാണ് ഈ ഒരു ലാപ്ടോപ്പിന് പവർ നൽകുന്നത്. അതിൻ്റെതായ ബാഡ്ജിങ് ഒക്കെ ഇവിടെ ഇതുപോലെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്റലിന്റെ സീരീസ് 1 പ്രോസസറിനേക്കാളും കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോസറാണ് ഇത്തരത്തിലുള്ള സീരീസ് 2 പ്രോസസർ. എസ്പെഷ്യലി AI ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടാണ് ഇത്തരത്തിൽ സീരീസ് 2 പ്രോസസർ ഇന്റൽ പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതായത് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി AI ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ വേഗതയിലും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു പ്രോസസർ നൽകുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോട്ടോഷോപ്പിൽ പോലും നമുക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള പിക്ചറുകളെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ ഈ ഒരു ലാപ്ടോപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോസസറിന്റെ ഭാഗത്ത് നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്, AI കൃത്യമായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇന്റൽ പ്രോസസറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ലാപ്ടോപ്പിൽ ലഭിക്കുന്നു. അതാണ് സീരീസ് 2 പ്രോസസറുകളുടെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. 32 GB റാം ആണ് ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത്. അതും LPDDR5X റാം ആണ് ഈ ഒരു ലാപ്ടോപ്പിന് അത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1 TB NVMe SSD ആണ് ഇതിനകത്ത് സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 300-ലധികമുള്ള AI ആപ്ലിക്കേഷനുകൾ ഈ ഒരു ലാപ്ടോപ്പിൽ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്റഗ്രേറ്റഡ് ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ AI ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ ഇന്റഗ്രേറ്റഡ് AI എഞ്ചിനും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് ഉള്ളത് കൊണ്ട് തന്നെയും 50% ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഹൈ ഗ്രാഫിക്സ് ഡിമാൻഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ലാപ്ടോപ്പ് വെച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോട്ടോ എഡിറ്റിംഗ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഈ ഗ്രാഫിക്സ് കാർഡ് 50% ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കാർഡാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്റൽ പ്രോസസർ ആയതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫും കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 40% ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു ലാപ്ടോപ്പിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ ബാറ്ററി
ബാറ്ററി ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെ പോയാലും ഒരു ദിവസത്തിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു 2 ദിവസം വരെയൊക്കെയുള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നു. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നിരവധി സെക്യൂരിറ്റി സംവിധാനങ്ങളും ഈ ഒരു ലാപ്ടോപ്പിനകത്തുണ്ട്. അതിനെപ്പറ്റിയൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ വീണ്ടും പറയാം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ലാപ്ടോപ്പ് കുറേ നേരം ഉപയോഗിച്ചാലും അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റൽ പ്രോസസറിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. കാരണം അത്ര കണ്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വളരെ സാധാരണ ടെമ്പറേച്ചറിലാണ് ഈ ഒരു ലാപ്ടോപ്പ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോസ് 11 ഹോം എഡിഷൻ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് പ്രീ ബണ്ടിൽ ചെയ്ത് വരുന്നത്. മാത്രമല്ല മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് വേണ്ടി പൈസ മുടക്കിയൊന്നും വേണ്ട. നമുക്ക് വേഡ്, എക്സൽ, പവർ പോയിന്റ് പോലുള്ള ഓഫീസ് പാക്കേജുകളെല്ലാം നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേ പറ്റി പറഞ്ഞില്ലല്ലോ. 120 ഹെഡ്സ് റിഫ്രഷ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീനാണ്. കണ്ടില്ലേ, നമുക്ക് മൗസ് വെച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വ്യൂയിങ് ആംഗിളിലൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലെനോവോ നൽകിയിരിക്കുന്നത്. 400 നിറ്റ്സ് ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ പ്യുവർ സൈറ്റ് ഡിസ്പ്ലേ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കളർ ആക്യുറസി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 100% sRGB ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കളർ ആക്യുറസി പ്രധാനമാണ്. നമ്മൾ കാണുന്ന കളർ കറക്റ്റ് ആയിട്ടുള്ള കളറാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. മാത്രമല്ല ഐ കെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നിരവധി സംവിധാനങ്ങൾ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയം ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ വരാത്ത തരത്തിൽ നമുക്ക് ഇതിനകത്ത് നിരവധി സെറ്റിംഗ്സുകൾ എനേബിൾ ചെയ്തുകൊണ്ട് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സഹായിക്കുന്നുണ്ട്. 15.3 ഇഞ്ചിന്റെ അതും 2.8K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷനും ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡോൾബി വിഷൻ, HDR സപ്പോർട്ടുകളും എല്ലാം ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ പേര് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു കാണും, ലെനോവോയുടെ ഓറ എഡിഷൻ ലാപ്ടോപ്പാണിത്. എന്താണ് ഈ ഒരു ഓറ എഡിഷൻ? അതായത് നിരവധി ഹീറോ എക്സ്പീരിയൻസ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. നിരവധി സാധാരണ ലാപ്ടോപ്പുകൾക്ക് ഇല്ലാത്ത ചില പ്രത്യേക സവിശേഷമായിട്ടുള്ള ചില ഫീച്ചറുകൾ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ച, നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ ഇതിന്റെ സ്ക്രീനിലേക്ക് ഒളിഞ്ഞു നോക്കിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റൊരാളെ കാണിക്കാത്ത തരത്തിൽ സ്ക്രീൻ ബ്ലർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ പോലും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഡേറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയും നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഇത്തരമുള്ള നിരവധി ഫീച്ചറുകളാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ഹീറോ എക്സ്പീരിയൻസസ് എന്നാണ് അത്തരം ഫീച്ചറുകളെ വിളിക്കുന്നത്. അതായത് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നമ്മൾ ഇവിടെ കീബോർഡിൽ F9 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ F9ന്റെ മുകളിൽ മോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകളെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇതുപോലെ വരികയും ഇതിനകത്ത് ഇപ്പോൾ സെറ്റിംഗ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ വ്യത്യസ്ത മോഡുകളെ നമുക്ക് കാണാം. അതായത് ഷീൽഡ്, അറ്റൻഷൻ, കൊളാബറേഷൻ, വെൽനസ്, പവർ, ഇങ്ങനെ വ്യത്യസ്ത മോഡുകൾ കാണാം. ഷീൽഡ് മോഡിലേക്ക് വരുമ്പോൾ പ്രൈവസി അലർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു വന്ന് നോക്കിയാൽ നമ്മെ ഇവിടെ ഒരു പോപ്പപ്പ് ഇതുപോലെ കാണിച്ചുകൊണ്ട് ഒരാൾ വന്ന് നോക്കുന്നു എന്ന് നമ്മളെ അറിയിക്കും. അതാണ് പ്രൈവസി അലർട്ട് എന്ന് പറയുന്ന സംവിധാനം. പ്രൈവസി ഗാർഡ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഷീൽഡ് എന്ന മോഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും എനേബിൾ ചെയ്താൽ ഇത്തരത്തിൽ ഒരാൾ ഒളിഞ്ഞു വന്ന് നോക്കിയാൽ നമ്മുടെ സ്ക്രീൻ ഞാൻ ഈ തുടക്കത്തിൽ കാണിച്ചതുപോലെ ബ്ലെയർ ആയി മാറും. അയാൾക്ക് എന്താണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അറിയാൻ പറ്റാത്ത തരത്തിൽ സ്ക്രീനിനെ ബ്ലെയർ ആക്കി മാറ്റും. അതുപോലെ തന്നെ ഓട്ടോ പ്രോംപ്റ്റ് VPN എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ വൈഫൈ അല്ലാതെ നമ്മൾ പുറത്ത് ഏതെങ്കിലുമൊക്കെ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്തരം VPNകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഓട്ടോ പ്രോംപ്റ്റ് VPN എന്ന് പറയുന്നത്. അതായത് പ്രൊട്ടക്ഷനാണ് അല്ലേ, പ്രൈവസി പ്രൊട്ടക്ഷനുകളാണ് ഈ ഷീൽഡ് എന്ന് പറയുന്ന മോഡിനകത്ത് നിന്ന് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ അടുത്ത മോഡ് എന്ന് പറയുന്നത് അറ്റൻഷൻ മോഡാണ്. അതായത് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോണിനകത്തൊക്കെ ചില ഫോക്കസ് മോഡുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു മോഡാണ് അറ്റൻഷൻ മോഡ്. നമ്മൾ ഈ ഒരു അറ്റൻഷൻ മോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ശല്യപ്പെടുത്തലുകളും ഇല്ലാതെ എത്ര മിനിറ്റ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് പോലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകളെ നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അതാണ് ഈ ഒരു അറ്റൻഷൻ മോഡിൽ നടക്കുന്നത്. അതുകൂടാതെ പുതിയ സൈറ്റുകൾ, മറ്റേതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സൈറ്റ് അല്ലാതെ മറ്റേതെങ്കിലും സൈറ്റുകൾ നമുക്ക് ഇതുപോലെ അതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകളെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത്തരം സൈറ്റുകളെ ഇവിടെ ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ഈ ഒരു അറ്റൻഷൻ മോഡ് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കൊളാബറേഷൻ എന്ന് പറയുന്ന മോഡാണ്. ഈ കൊളാബറേഷൻ എന്ന് പറയുന്ന മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ, ഓഡിയോ ഒക്കെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊളാബറേഷൻ എന്ന് പറയുന്ന മോഡ്
മോഡ് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ വെൽനസ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുന്ന നമ്മുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മളുടെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി മാറും. അപ്പോൾ നമ്മളുടെ ആ ഒരു പോസ്റ്റേഴ്സിനെ കറക്റ്റ് ചെയ്ത് നമ്മെ ഗൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ കൃത്യമായിട്ട് ഇരിക്കണം, നമ്മൾ കൃത്യമായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ അതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ അറിയിക്കുന്ന ഒരു മോഡാണ് ഇത്തരത്തിൽ വെൽനസ് മോഡ്. അതുപോലെ തന്നെ അതിനകത്ത് ഐ വെൽനസ്, ഈ പറഞ്ഞ ഐ കെയർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോസ്റ്റർ വാണിംഗ്, നമ്മൾ ഇരിക്കുന്ന നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ അത് വാണിംഗ് തരുന്ന ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാൻ സാധിക്കും. അടുത്തത് പവർ മോഡാണ്. അതായത് ബാറ്ററി സേവറും അഡാപ്റ്റീവ് പവർ മോഡും പെർഫോമൻസ് മോഡും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പെർഫോമൻസ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം പെർഫോമൻസ് കിട്ടും. ബാറ്ററി സേവറിലേക്ക് പോയാൽ ആ വേർഡ് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ മാക്സിമം ബാറ്ററി എഫിഷ്യൻസി ഒക്കെ ലഭിക്കുന്ന തരത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ സ്മാർട്ട് മോഡുകളാണെങ്കിൽ ഇനി അടുത്തതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ മറ്റൊരു ഹീറോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്മാർട്ട് ഷെയർ എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് നമുക്ക് നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈലുമായിട്ടുള്ള കണക്ടിവിറ്റി, നമ്മളുടെ മൊബൈലിലെ ഡേറ്റാസ് വളരെ നിഷ്പ്രയാസം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെയുള്ള ലാപ്ടോപ്പിലുള്ള ഡേറ്റാസ് നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഷെയർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കാം. അപ്പോൾ അത് അത്തരത്തിൽ നമുക്ക് ഈവൻ നമ്മുടെ ഫോൺ ജസ്റ്റ് ഇവിടുന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഫോണിലെ ഫയൽസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഇവിടുന്ന് തിരിച്ചുമൊക്കെ സാധ്യമാണ്. അതിനാണ് ഈ ഒരു സ്മാർട്ട് ഷെയർ എന്ന് പറയുന്ന ഹീറോ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് മോഡ് കണ്ടു, സ്മാർട്ട് ഷെയർ കണ്ടു. അടുത്തതായിട്ട് സ്മാർട്ട് കെയർ ആണ്. അതായത് ഈ ഒരു ലാപ്ടോപ്പിന് നൽകുന്ന സ്മാർട്ട് ആയിട്ടുള്ള കെയറുകൾ എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ചാറ്റ് സർവീസിലൂടെ അത് റെക്ടിഫൈ ചെയ്യാനും വിദഗ്ധ ഉപദേശം നേടുന്നതിനും നമുക്ക് ഈ ഒരു സ്മാർട്ട് കെയർ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ ബാറ്ററിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിലധികമുള്ള 2 ദിവസത്തോളമുള്ള ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നത്. 65 വാട്ടിന്റെ USB Type C അഡാപ്റ്റർ ചാർജറാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് അതുകൊണ്ട് തന്നെയും ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറ്റും, നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ സാധിക്കും. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റാം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഇന്റേണൽ SSD, ഓരോ കാര്യങ്ങളും ഇത്തരത്തിൽ നമുക്ക് ലെനോവോയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇതിന്റെ ഹാർഡ്വെയർ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് ആണ്. 1,49,990 രൂപയ്ക്കാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വരട്ടെ, ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിനകത്ത് വീണ്ടും ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് എക്സ്ചേഞ്ച് ഓഫറുകളൊക്കെ ഉണ്ട്. 25,000 രൂപയോളം നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ലഭിക്കും. അതുപോലെ 10,000 രൂപയോളം ബാങ്ക് ഓഫർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് 1,04,990 രൂപയ്ക്ക് എഫക്റ്റീവ് പ്രൈസിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ സ്ക്രീനിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ കണ്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡോബിന്റെ മെമ്പർഷിപ്പ് 2 months ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ലഭിക്കും. അതായത് അഡോബ് ഫോട്ടോഷോപ്പ്, പ്രീമിയർ പോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് 2 മാസം ഫ്രീ ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ ഉപയോഗിക്കാം. ഉപയോഗിച്ച് നോക്കി നമുക്കത് ഓക്കെ ആണോ, ഈ ഒരു ലാപ്ടോപ്പിൽ അതൊക്കെ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം താല്പര്യമുള്ളവർ ഈ പറഞ്ഞ 2 മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 2 മാസം ഇത്തരത്തിൽ അഡോബിന്റെ മെമ്പർഷിപ്പ് ഫ്രീ നൽകുന്നു എന്നുള്ളതും ഈ ഒരു ലാപ്ടോപ്പിന്റെ ഹൈലൈറ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാലോ, അഡോബിന്റെ മെമ്പർഷിപ്പ് 2 monthsന് എത്ര രൂപ നമ്മൾ സാധാരണഗതിയിൽ ചിലവാക്കും, അതും ഒക്കെ ഈ ലാപ്ടോപ്പിന്റെ പ്രൈസിനകത്ത് നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട് എഫക്റ്റീവ് പ്രൈസിംഗിൽ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ലാപ്ടോപ്പ് തന്നെയാണ് ലെനോവോ യോഗ സ്ലിം 7, അതും ഓറ എഡിഷൻ. ഒരുപാട് ഹീറോ എക്സ്പീരിയൻസുകൾ, ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള ഹീറോ എക്സ്പീരിയൻസുകൾ നൽകുന്ന ഒരു കിടിലൻ ലാപ്ടോപ്പ് തന്നെയാണ് ലെനോവോ യോഗ സ്ലിം 7.